പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ മനാമ എസ്റ്റേറ്റിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ സെയില് അതിദ്രുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 50% അത് വിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ നമുക്ക് മേടിക്കാൻ പറ്റും? അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന നിലയിൽ നമുക്കിത് മേടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. അപ്പോൾ അതിലൊരു 3-4 പാർട്ണർമാരൊക്കെ ഉണ്ടെങ്കിൽ 3-4 പാർട്ണർമാർക്ക് ചേർന്നിട്ട് ഇതിൽ പാർട്ണർഷിപ്പായിട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ ഒരു മാസം അടവ് വരുന്നത് വെറും 11,000 ദിർഹംസ് ആണ്. ഡൗൺ പേയ്മെൻ്റ് ഇല്ല, വേറെ ട്രാൻസ്ഫർ ചാർജ് ഇല്ല. മൊത്തം വില വരുന്നത് 1,65,000 ആയതുകൊണ്ട് അത് നമുക്കൊരു 15 മാസം സമയം കൊണ്ട് അടച്ചു തീർത്താൽ മതി. ഇപ്പോൾ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് സ്ഥാപനത്തിൻ്റെ ഒരു ലാഭം കിട്ടുന്ന പണം കൊണ്ട് നമുക്കൊരു ഭൂമി സ്വന്തമാക്കുകയും അതിന് അപ്രീസിയേഷൻ കിട്ടുന്ന രൂപത്തിലേക്ക് വിൽക്കുകയും ചെയ്യാൻ പറ്റും. അതൊരു അസറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം നമ്മൾ സ്ഥാപനം നടത്തുന്ന ആൾക്കാരൊക്കെ കുറികളൊക്കെ വെക്കലുണ്ട്. അപ്പോൾ കുറിയൊക്കെ വെക്കുന്ന പൈസ ആയിരിക്കും ചിലപ്പോൾ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മിച്ചമായിട്ട് എടുക്കാൻ പറ്റുന്നത്. അതുപോലെ കുറി വെക്കുന്നത് പോലെ നമുക്ക് 3-4 പാർട്ണർമാരുണ്ടെങ്കിൽ 4 പേര് കൂടി ഇതിൽ നിന്നൊരു ലാൻഡ് എടുക്കുക, അവരുടെ വിഹിതം ഇത് ലാൻഡിലേക്ക് അടയ്ക്കുക. ചെക്ക് കൊടുത്താൽ കമ്പനിയുടെ ചെക്കോ പേഴ്സണൽ ചെക്കോ കൊടുത്തിട്ട് ഇതിലേക്ക് അടയ്ക്കുക. ഒരു 15 മാസം കഴിയുമ്പോൾ ഈ ലാൻഡിന് സ്വാഭാവികമായിട്ടും വില കൂടിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടുത്തെ പൈസയ്ക്ക് ഫ്ലക്ച്വേഷൻ ഇല്ലാത്തതുകൊണ്ട്, താഴോട്ട് പോകാത്തതുകൊണ്ട് അതും ഒരു ലാഭമാണ്. അതേപോലെ തന്നെ നാട്ടിൽ ബാങ്കിലൊക്കെ കുറേ പൈസയൊക്കെ ഇട്ട് വെച്ചിട്ടിരിക്കുന്നവരുണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മൂല്യം കുറയുന്നതാണ്, മൂല്യശോഷണം സംഭവിക്കും. നമ്മൾ ഇന്ത്യൻ കറൻസിയൊക്കെ ആണെങ്കിൽ മൂല്യശോഷണം സംഭവിക്കും. അതേസമയം ആ പണം എവിടെയാണെന്നുണ്ടെങ്കിൽ ബാങ്കിലിട്ട് വയ്ക്കുകയോ അതേപോലെ തന്നെ ഇതുപോലെ ലാൻഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ മൂല്യശോഷണം സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, നല്ലൊരു അപ്രീസിയേഷൻ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ 80,000 ദിർഹംസിന് വിറ്റ പ്ലോട്ട് ഇപ്പം നമ്മൾ വിൽക്കുന്നത് 1,65,000 ദിർഹംസാണ്. 100% വർധനവ് ഈ ലാൻഡിൻ്റെ വാല്യൂവിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ചെറിയ കോൺട്രാക്ടർമാർ ചെറിയ മുതൽ മുടക്കിൽ ഒരു ലാൻഡ് എടുത്തിട്ട് ഒരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും വീണ്ടും ഒരു അപ്രീസിയേഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളൊരു കണക്ക് കൂട്ടലിൽ ഒരു 30% അധിക ലാഭം, ഒരു 10 മാസം കൊണ്ട് അധിക ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് പൊതുവെ 2 തരം പ്ലോട്ടുകളാണ്. നമ്മൾ ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത് പോലെ 1,722 സ്ക്വയർ ഫീറ്റ്, അതായത് നാട്ടിലെ 4 സെൻറ്റ്. അതുപോലെ തന്നെ 4,300 സ്ക്വയർ ഫീറ്റ്, അതായത് 10 സെൻറ്റ്. അപ്പോൾ 10 സെൻറ്റിൻ്റെ വില്ലകൾ ഉണ്ടാക്കാനും 4 സെൻറ്റിൽ നമുക്ക് ടൗൺ ഹൗസ് ഉണ്ടാക്കാനുമുള്ള നല്ല ഫലവത്തായ പ്ലോട്ടാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇത് ഫ്രീ ഹോൾഡ് ആയിട്ടുള്ള ഏരിയയാണ്. 4 സ്ക്വയർ കിലോമീറ്റർ മനാമ എന്ന് പറയുന്ന സ്ഥലമാണ്. ആ ഭാഗമാണ് റാസൽ ഖൈമയുടെ അൽഗയിൽ എന്ന ഭാഗം. അവിടെ ഒരു ചെറിയ പട്ടണമുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ ഭാഗത്തേക്കാണ് തോബാൻ എന്ന് പറയുന്ന ഫുജേറയുടെ ഒരു ചെറു പട്ടണമുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്ത് അൽ ദെയ്ദ് എന്ന് പറയുന്ന ഷാർജയുടെ ഒരു ചെറുപട്ടണമുണ്ട്. ഈ 3 ചെറുപട്ടണങ്ങളിലും നമുക്ക് ഫ്രീ ഹോൾഡായിട്ട് ലാൻഡ് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് ആർക്കെങ്കിലും ഉള്ള ചെറിയ കച്ചവടക്കാർക്കോ പൈസക്കാർക്കോ ഉദ്യോഗസ്ഥർക്കോ ഒക്കെ ലാൻഡ് മേടിക്കണമെങ്കിൽ മനാമയിൽ തന്നെ വരണം. അപ്പോൾ അതുകൊണ്ടൊരു പോസിബിലിറ്റി ഉണ്ട്. അവൈലബിലിറ്റി കുറവായതുകൊണ്ട് പെട്ടെന്ന് വിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മാത്രമല്ല, UAE സംബന്ധിച്ച്